എറണാകുളം കുണ്ടന്നൂരിൽ 80 ലക്ഷം രൂപ തട്ടിയെടുത്ത കവർച്ച ആസൂത്രണം ചെയ്ത് കള്ളപ്പണം വെളുപ്പിക്കുന്ന സംഘം. എറണാകുളം സ്വദേശികളായ ജോജി, വിഷ്ണു എന്നിവരാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. വ്യാജ ബിസിനസ് ഇടപാട് വഴി ഇരട്ടി ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് സംഘം പരാതിക്കാരനെ സമീപിച്ചത്. പരാതിക്കാരൻ ബാങ്കിൽ നിന്ന് 1 കോടി രൂപ പിൻവലിച്ചു. പ്രതികൾ സഞ്ചരിച്ച കാറിനെക്കുറിച്ച് ഇപ്പോൾ വിവരം കിട്ടിയിട്ടുണ്ട്. 24 ബ്രേക്കിംഗ് ന്യൂസുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. പണ്ട് നോട്ട് ഇരട്ടിപ്പ് സംഘം 50 കോടി ചെലവാക്കിയാൽ 100 കോടി കിട്ടുന്ന ഇരട്ടിപ്പ് സംഘം കേരളത്തിൽ വ്യാപകമായിരുന്നു. കുറച്ചു കാലമായിട്ട് ഇവരെക്കുറിച്ച് കേൾക്കാനില്ലെങ്കിലും പിന്നാമ്പുറത്ത് ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകൾ നടക്കുന്നുവെന്ന് മനസ്സിലായി കുണ്ടന്നൂരിൽ നടന്ന സംഭവം കൊണ്ട്. പറയൂ വിഷ്ണു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതൊരു മോഷണം ആണ്. അതായത് പട്ടാപ്പകൽ തോക്കു ചൂണ്ടി ഈ പരാതിക്കാരനായ സുവിന്റെ പക്കൽ നിന്ന് 80 ലക്ഷം രൂപ കവർന്നുപോയി. അതാണ് FIR. അതിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് ചില വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ കവർച്ചാ സംഘവും സുബിനും തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരമാണ് സുബിൻ 80 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് കൊണ്ടുവന്നത്. സുബിനോട് ഇവർ പറഞ്ഞത് 80 ലക്ഷം രൂപ നൽകിക്കഴിഞ്ഞാൽ അതിന് ഇരട്ടിയായി 20 മുതൽ 25 ലക്ഷം രൂപ, 1 കോടിയിലധികം രൂപ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് ഇവരുടെ കയ്യിലുള്ള ബ്ലാക്ക് മണി സുബിന് നൽകും. പിന്നീട് അതൊരു സുബിനി സ്പെയർ പൈപ്പിന്റെ കടയാണുള്ളത്. അതുകൊണ്ട് അവിടെ ഒരു ബിസിനസ് നടന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ബില്ലുണ്ടാക്കി കഴിഞ്ഞാൽ ഈ മണി അത് സ്വാഭാവികമായും വൈറ്റ് മണി ആയി മാറും. അങ്ങനെ സുബിന് ഒരു 30 ലക്ഷം രൂപയുടെ ലാഭം ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് തട്ടിപ്പ് സംഘം സുബിനെ സമീപിച്ചതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അത് പ്രകാരമാണ് സുബിൻ 80 ലക്ഷം രൂപ എടുത്ത് ഈ പ്രതികളായ വിഷ്ണുവിന്റെയും ജോജിയുടെയും മുൻപിൽ വെച്ച് ആ പണം എണ്ണി തിട്ടപ്പെടുത്തിയത്. 80 ലക്ഷം രൂപ എണ്ണിക്കഴിഞ്ഞപ്പോൾ ജോജിയും അതോടൊപ്പം വിഷ്ണുവും പുറത്തു നിന്ന് 3 പേരെ, മുഖംമൂടി ധരിച്ച 3 പേരെ നേരത്തെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അവർ 3 പേരും എത്തുന്നു. ഈ പറയുന്ന സുബിനെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി 80 ലക്ഷവുമായി കടന്നു കളഞ്ഞു എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോൾ ഇതുവരെയുള്ള കണ്ടെത്തൽ. ഈ പ്രതികളെക്കുറിച്ചുള്ള സൂചന ലഭിച്ചിട്ടുണ്ട്. ഇവർ മുൻപും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. തോക്കടക്കം ചൂണ്ടിയതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കൊട്ടേഷൻ ബന്ധം ഉണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. പണമിരട്ടിപ്പ് അല്ലെങ്കിൽ ഈ കള്ളപ്പണ സംഘം തന്നെയാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. CCTV-കൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സുബിനോട് ഇന്ന് ACP ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സൗത്ത് ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രതികളെ ഇന്നോ നാളെയോ ആയി പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.